വേറൊരു സജഷനിൽ എനിക്ക് പറയാനുള്ളത് എൻട്രി ലെവൽ റോൾസ് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. ബിക്കോസ് ഇപ്പം സ്റ്റാർട്ടിംഗ് ആണ്, അതായത് ഇയർ സ്റ്റാർട്ടായി. സോ ഒരുപാട് റോൾസ് ഓപ്പൺ ആവും. നിങ്ങളിപ്പം കറൻ്റ്ലി PR കിട്ടി ഇങ്ങോട്ട് നാട്ടിലേക്ക് വരുന്നവരാണെങ്കിൽ ഡെഫിനറ്റ്ലി സ്റ്റാർട്ട് ചെയ്യുക, അപ്ലൈ ചെയ്യുക. ജോബ്, PR വേറെ എന്ത് വിസയാണെങ്കിലും ജോബ് നമ്മുടെ ഫീൽഡിലുള്ള എല്ലാം തന്നെ അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ അതിനകത്തെല്ലാം CV സ്കിൽസ് ഡിഫറെൻ്റ് ആയിരിക്കും. അത് നിങ്ങൾ നോക്കിയിട്ട് ആ സ്കിൽസ് നിങ്ങളുടെ CVക്കകത്ത് ഇൻക്ലൂഡ് ചെയ്യുക. എന്ന് പറഞ്ഞാൽ തീരെ നമുക്ക് അറിയാൻ വയ്യാത്ത സ്കിൽസ് ഓക്കെ നമുക്ക് ചെയ്യാൻ പറ്റില്ല, കാരണം നമുക്ക് ഇൻ്റർവ്യൂവിന് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. ബട്ട് ഇവിടുത്തെ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് ബേസിക്കലി വരുന്നത് ബിഹേവിയറൽ ക്വസ്റ്റ്യൻ ആയിരിക്കും. എസ്പെഷ്യലി കൗൺസിൽ ആണെങ്കിലും പ്രൈവറ്റ് ആണെങ്കിൽ ആദ്യം തന്നെ ബിഹേവിയറൽ ക്വസ്റ്റ്യൻ വെച്ചിട്ടുള്ള നിങ്ങൾക്കൊരു റിട്ടേൺ ടെസ്റ്റ് മിക്കയിടത്തും ഉണ്ടാവും. ഞാൻ എയ്കോം എന്ന് പറഞ്ഞാൽ, അതുപോലെ ഹോൾസിം എന്ന് പറഞ്ഞ ഒരു അത്യാവശ്യം വലിയൊരു പ്രൈവറ്റ് കമ്പനിയാണ്, എനിക്ക് ഇൻ്റർവ്യൂ കിട്ടിയിട്ടുണ്ടായിരുന്നു. അവിടെ ഇൻ്റർവ്യൂ കിട്ടുക എന്ന് പറയുന്നത് തന്നെ ഒരുപാട് സ്റ്റേജസ് ഉണ്ട്. ഫസ്റ്റ് വന്നിട്ട് അവരുടെ റിട്ടേൺ ടെസ്റ്റ്, ആ ടെസ്റ്റ് ബിഹേവിയർ ക്വസ്റ്റ്യൻ ആയിരിക്കും. അത് കഴിഞ്ഞാലാണ് പിന്നെ അവരൊരു നേരിലേക്കൊരു ഇൻ്റർവ്യൂവിന് തന്നെ വിളിക്കുള്ളൂ. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇൻ്റർവ്യൂവും. മീൻസ് എല്ലാം നമുക്ക് പ്രാക്ടിക്കലി ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് അവർ ചോദിക്കുന്നത്. അവരൊന്നും വന്നിട്ട് നമ്മളോട് ടെക്നിക്കലി അല്ല ചോദിക്കുന്നത്. നമ്മളെ എങ്ങനെയാണ് നമ്മൾ ഇപ്പം പ്രോബ്ലം സോൾവിങ് ആണെങ്കിലും കമ്മ്യൂണിക്കേഷൻ ആണെങ്കിലും അങ്ങനെ വെച്ച് നമ്മൾ റിയൽ എക്സാമ്പിളും ആയിട്ട് വേണം പറയാനായിട്ട്. ഇപ്പം ഞാൻ സൈറ്റിൽ നിന്ന് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നതുകൊണ്ട് അത് വെച്ചിട്ടാണ് നമ്മൾ ബീറ്റ് ചെയ്ത് നിൽക്കുക. പക്ഷേ അവർ സ്റ്റാർ മെത്തേഡിൽ തന്നെ അവർക്കൊരു എന്താണ് നമ്മൾ ചെയ്തത്, ടാസ്ക് എന്തായിരുന്നു, എന്താണ് നമ്മൾ ചെയ്തത്, അതിൻ്റെ റിസൾട്ടും ഔട്ട്കമും അവർക്ക് വേണം. ആ രീതിയിൽ നിങ്ങൾ കുറച്ച് പ്രിപ്പയർ ചെയ്യാൻ നോക്കുക. പിന്നെ നമ്മുടെ ലാംഗ്വേജ് അത്ര തീരെ മോശമായിരിക്കില്ലല്ലോ. അപ്പോൾ കുറച്ചെങ്കിലും ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കിയാൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും.